ഏഷ്യൻ കപ്പ് T20 അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഫുട്ബോൾ ഫാൻസും ഫുട്ബോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമൊക്കെ അവരുടേതായിട്ടുള്ള പ്രോബബിൾസ് പറയുന്നുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടീമുകൾ തന്നെ ആ ഒരു പ്രോബബിൾസിൽ നിന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം T20 ഫോർമാറ്റിൽ ഒരുപാട് താരങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, മികച്ച ഫോമിൽ നിൽക്കുന്നവർ. അപ്പോൾ അതിൽ ആരെ പിക്ക് ചെയ്യും എന്നുള്ളതാണ് ഒരു തലവേദനയായിട്ട് നിലനിൽക്കുന്നത്. എന്നാൽ ഇങ്ങനത്തെ പ്രോബബിൾസിലൊന്നും കാണാത്തൊരു പേരാണ് വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞിട്ടുള്ള യങ്സ്റ്റർ ആയിട്ടുള്ള താരം. 14 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു പയ്യനായതുകൊണ്ട് മാത്രമാണോ ഈ ഒരു പ്രോബബിൾസിലൊന്നും താരത്തെ പിക്ക് ചെയ്യാത്തത് എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇക്കഴിഞ്ഞ IPLലാണ് താരം ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അദ്ദേഹം തൻ്റെ IPLലെ ആദ്യ മത്സരം കളിക്കുന്നത് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 14 വയസ്സും 23 ദിവസവുമായിരുന്നു. IPL ഡെബ്യൂ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള താരമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ IPL ആദ്യ മത്സരത്തിൽ തന്നെ ഒരു 6 വായിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ ഒരു മത്സരത്തിൽ 20 പന്തുകളിൽ നിന്ന് 34 റൺസും താരത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നടന്ന മത്സരം, അതാണ് ഒരു ഹിസ്റ്റോറിക് മാച്ചായിട്ട് മാറിയത്. ആ ഒരു മത്സരത്തിൽ അദ്ദേഹം 38 പന്തിൽ നിന്ന് 101 റൺസ് നേടി IPL ചരിത്രത്തിലെ തന്നെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി നേടുകയാണ് ഈ 14 വയസ്സുകാരൻ. ആ മത്സരമൊന്നും ആരും മറക്കാൻ ഇടയില്ല. അങ്ങനെ 7 മത്സരങ്ങളിൽ നിന്ന് 252 റൺസാണ് കഴിഞ്ഞ സീസണിൽ വൈഭവ് നേടിയിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 206 അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളതാണ്. IPL വരുന്നതിന് മുമ്പ് തന്നെ തൻ്റെ 13ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന് വേണ്ടി കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. 12ാമത്തെ വയസ്സിൽ ബീഹാർ രഞ്ജി ടീമിൽ ഇടം പിടിച്ചിട്ടുള്ള താരമാണ് വൈഭവ് സൂര്യവംശി. ഇനി നമുക്ക് മെയിൻ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ട് പ്രോബബിൾസിൽ പോലും താരത്തിനൊരു സാന്നിധ്യം ഉണ്ടാകുന്നില്ല, ആരും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വലിയ പ്ലേയേഴ്സിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. പക്ഷേ ICCയുടെ ഒരു ഏജ് റൂൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 2020 നവംബർ 19 വന്നിട്ടുള്ള ഒരു റൂളാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു ഇൻ്റർനാഷണൽ മത്സരത്തിലും മെൻസ് ആൻഡ് വിമൻസ് ഓർ അണ്ടർ-19 കാറ്റഗറി വരെ കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് ഫിസിക്കലായിട്ടുള്ള ചില റീസൺസ് ആണ്. ഇപ്പം 140-150 മൈൽ സ്പീഡിലൊക്കെ വരുന്ന പന്തുകളൊക്കെ നേരിടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അനിവാര്യമാണ്. അപ്പോൾ ഒരു 14 വയസ്സൊക്കെ ഉള്ളൊരു താരത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊരു പ്രശ്നമായിട്ട് വരുമല്ലോ. അതുപോലെ തന്നെ സ്കില്ല് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു മെൻ്റൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ പ്രഷർ സിറ്റുവേഷനിലൊക്കെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടതാണ്. ഇപ്പം ഒരു ഇഞ്ചറി പറ്റി ഒരു ലോങ് ടൈമിൽ ഒരു ഭാവി നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്ന കാര്യം പോലെ തന്നെയാണ് ഈ ഒരു മെൻ്റൽ പ്രഷർ കാരണം ചിലപ്പം അത് താരത്തിൻ്റെ കരിയറെ തന്നെ ബാധിച്ചേക്കാം എന്ന് പറയുന്നൊരു സാഹചര്യം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു 14 വയസ്സിലൊക്കെ ഒരു താരം കളിക്കാൻ വരുന്നു എന്ന് ചോദിക്കും. അപ്പം അദ്ദേഹത്തിലേക്ക് തന്നെ ആയിരിക്കും കോടിക്കണക്കിനായിട്ടുള്ള ഫാൻസിൻ്റെ കണ്ണുകളുള്ള. അപ്പോൾ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ഒരു യങ്ങർ ഏജിൽ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, അണ്ടർ-19 കളിക്കണമെങ്കിൽ പോലും 15 വയസ്സ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എങ്ങനെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സെപ്ഷൻസ് അവിടെ ഉണ്ട്. കാരണം ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ടാലൻ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാത് ഫെഡറേഷന് ആ ഒരു താരം മെൻ്റലി ആൻഡ് ഫിസിക്കലി കേപ്പബിൾ ആണ് എന്ന് ICC കൺവിൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ കളിപ്പിക്കാൻ പറ്റും. അങ്ങനെ തന്നെ സീനിയർ ടീമിനും വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം അണ്ടർ-19 വേണ്ടിയാണ് വൈഭവ് കളിക്കുന്നത്. മേ ബി അണ്ടർ-19 പിന്നീട് A ടീമിനൊക്കെ വേണ്ടി കളിച്ചതിന് ശേഷം ഈ ഒരു സീനിയർ ടീമിലേക്കൊക്കെ വരിക എന്ന് പറയുന്ന കാര്യമായിരിക്കും ലക്ഷ്യം വെക്കുന്നത്. പറഞ്ഞല്ലോ, ഈ അദ്ദേഹം ഒരു T20 പ്ലെയറാണ് മെയിനായിട്ട്. അപ്പം T20 അത്രത്തോളം ഓപ്ഷൻസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള താരം. അദ്ദേഹം 1989 അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരം കളിക്കുന്ന സമയത്ത് 16 വയസ്സും 205 ദിവസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ആ റെക്കോർഡ് തകർക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മിക്കവാറും 15 വയസ്സ് കഴിയുന്ന ഉടൻ തന്നെ സീനിയർ ടീമിലേക്കൊക്കെ വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്നാൽ ഈ ഒരു റൂളൊക്കെ വരുന്നതിന് മുമ്പ് 14 വയസ്സിൽ തന്നെ ഹസൻ റാസ എന്ന് പറഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ്റെ ഒരു പ്ലെയർ ഇൻ്റർനാഷണലി അരങ്ങേറ്റമൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.